ഇതിനെ തന്നെ ഒരു കുട്ടി സാമ്പാറാണ് കേട്ടോ. ഒരു ചുവന്ന പരിപ്പ്, ഒരു 1/4 കപ്പ്, പിന്നെ ഒരു 4 കഷ്ണം ചേന കേട്ടോ. എനിക്ക് ചേന ഭയങ്കര കാര്യമാണ് സാമ്പാറിൽ. നമ്മളിന്ന് വെണ്ടക്കായും മുരിങ്ങക്കായും ഇല്ലാത്ത സാമ്പാറാണ്. പിന്നെ നമ്മളിടുന്നത് ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു 2 ചെറിയ കായ, പച്ചക്കായ കേട്ടോ, അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഇട്ടു. പിന്നെ നമ്മളൊരു രണ്ട് തക്കാളി, പിന്നെ ഒരു കഷ്ണം കായം, ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ തൂവി പോവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുക്കർ വെച്ച് അടയ്ക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കിട്ടാതെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സാമ്പാർ പൊടിയാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 3 സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ വേപ്പില, മുളക് പൊടി, കടുക് കേട്ടോ. ഇത് വറുത്തിടാനാണ് വേണ്ടത്. 4 വിസിൽ വന്നു. നമ്മുടെ കഷ്ണമെല്ലാം വെന്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കഷ്ണമെല്ലാം നന്നായി വെന്തു. ഇതിപ്പോൾ ഇതാകെ വെള്ളം ഇത്തിരി കുറഞ്ഞ പോലെയാണ്. അപ്പോൾ നമ്മളിതേ ആവശ്യത്തിന് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കേട്ടോ. അത് നോക്കണം പുളി. ഇതെനിക്ക് പാകമാണ് ഈ പുളി, കുറച്ചേ ഉള്ളൂ ഈ പുളിവെള്ളം. എന്നിട്ട് ഇനി ഇത് തിളപ്പിക്കണം കേട്ടോ. പുളി ഒഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കണം. എനിക്ക് കറക്റ്റാണ് ഉപ്പ്, കുറച്ച് വേണ്ട ഉപ്പ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം കേട്ടോ. പാത്രം ചൂടായി. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ. എണ്ണ ചൂടായി. നമ്മളതിലേക്ക് 1 സ്പൂണ് കടുക്, എടുത്ത് വെച്ച കടുക്, വറ്റൽമുളക്, വേപ്പില, എടുത്ത് വെച്ച മുളക് പൊടി. എന്നിട്ട് നമ്മൾ തീ കുറയ്ക്കണം കേട്ടോ. മുളക് ഏകദേശം മൂത്തതിന് ശേഷം നമ്മൾ ഈ സാമ്പാർ പൊടി ഇട്ടാൽ മതിയാവും കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നന്നായി ചൂടാക്കി ഒരു സ്മെല്ലൊക്കെ വരണ വരെ ഒന്ന് ചൂടാക്കുക കേട്ടോ. കരിയാൻ പാടില്ല. കരിയാതെ അങ്ങനെ ഒരു സ്മെല്ലൊക്കെ വരുന്നത് വരെ. ഇപ്പോൾ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ഒരുപാട് കരിയരുത് ഈ പൊടിച്ചിട്ട്. ചെറിയ തീയിലായിരിക്കണം. ചെറിയ തീയിലിങ്ങനെ ഇതാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. സ്മെല്ല് നമുക്കറിയാൻ പറ്റും കേട്ടോ. ഇതൊരു വിധമാവുമ്പോൾ നമ്മൾ ആ ഒരു ഇത് വരുമ്പോഴേക്കും കരിയണേക്കാളും മുന്നേ നമ്മൾ ഒരു സ്വല്പം വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നന്നായി തിളപ്പിച്ച് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതിന് ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയാണ്. വെണ്ടക്കായില്ല, മുരിങ്ങക്കായില്ല, പക്ഷേ അടിപൊളി സാമ്പാറാണ്. ബാച്ചലർക്കൊക്കെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ, നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂപ്പർ സാമ്പാർ റെഡി.
അങ്ങനെ ഉപ്പുമാവും നമ്മുടെ സാമ്പാറും.